എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ജീവനതുല്യം സ്നേഹിക്കുന്ന ഒരു വ്യക്തി, അതിപ്പോൾ ഒരു സ്ത്രീ ആയിക്കൊള്ളട്ടെ, പുരുഷനായിക്കൊള്ളട്ടെ, നമ്മളെ തിരിച്ചതുപോലെ തന്നെ സ്നേഹിക്കുകയും നമ്മളെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയും നമ്മളെ ഇങ്ങനെ മിസ് ചെയ്യുകയും ചെയ്യണമെന്നൊക്കെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന ആ വ്യക്തി നമ്മളെക്കുറിച്ച് ഇതുപോലെ ചിന്തിച്ചുകൊണ്ടിരിക്കാനായിട്ട്, അങ്ങനെ നമ്മളെ മിസ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട 5 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത്. ഒപ്പം തന്നെ 100% ഒറിജിനലായിട്ടുള്ള ധാരാളം സൗന്ദര്യ ഗുണഗണങ്ങളുള്ള കസ്തൂരി മഞ്ഞൾപ്പൊടി വേണ്ടവർ എത്രയും വേഗം ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. ഒന്നാമതായിട്ട്, ഏത് വ്യക്തിയാണോ നമ്മളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കേണ്ടത് ആ വ്യക്തിയെ നമ്മൾ ആദ്യമായിട്ട് ഓർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ദിവസത്തിൽ തന്നെ പല പ്രാവശ്യം നമ്മൾ ആ വ്യക്തിയുടെ ഓർമ്മ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ നമ്മൾ ആ വ്യക്തിയെ ഇങ്ങനെ സങ്കല്പിക്കുക. അതുമല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് നമ്മൾ ചെലവഴിച്ച മനോഹരമായിട്ടുള്ള സമയങ്ങൾ നമ്മളൊന്ന് ഓർത്ത് നോക്കുക. അതുമല്ലെങ്കിൽ ആ വ്യക്തിയായിട്ട് നമ്മൾ ഭാവിയിൽ ചെലവഴിക്കുന്ന സമയങ്ങൾ, അല്ലെങ്കിൽ ആ വ്യക്തിയും ഒന്നിച്ചുള്ള ജീവിതം, ഇതൊക്കെ നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കുക. അങ്ങനെ ആ വ്യക്തിയെക്കുറിച്ച്, നമ്മൾ ആ സ്നേഹിക്കുന്ന വ്യക്തിയെക്കുറിച്ച് ഒരു ദിവസത്തിൽ പല പ്രാവശ്യം നമ്മളൊന്ന് ഓർത്ത് നോക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വ്യക്തിയും തിരിച്ച് നമ്മളെ ഓർക്കും എന്നുള്ളതാണ്. ഓർക്കുമെന്ന് മാത്രമല്ല, അവർ ചിലപ്പോൾ നമ്മളെ സ്വപ്നത്തിലും കണ്ടെന്നിരിക്കും. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് സയൻറ്റിഫിക് ആയിട്ടുള്ള അടിത്തറയൊന്നും നമുക്ക് പറയാനില്ലെങ്കിലും ഒരുപാട് പേര് അവരുടെ അനുഭവം ഇത് പറഞ്ഞിട്ടുണ്ട്. കാരണം അവർ ആ വ്യക്തിയെക്കുറിച്ച് ഓർത്തപ്പോഴൊക്കെ ആ വ്യക്തികൾ അവരെ തിരിച്ച് ഓർത്തിട്ടുണ്ട്, സ്വപ്നം കണ്ടിട്ടുണ്ടെന്ന് ഒരുപാട് പേര് എന്നോട് തന്നെ നേരിട്ട് പറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ ടെലിപ്പതിയെക്കുറിച്ചൊക്കെ പറയാറില്ല എന്ന് പറഞ്ഞ പോലെ, ഒരുപാട് സ്നേഹിക്കുന്ന 2 മനസ്സുകൾ തമ്മിൽ വല്ലാത്തൊരു ആന്തരിക ബന്ധമുണ്ടാവും. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു അവരുടെ തിങ്കിങ്ങിൽ പോലും മറ്റേ ആളുടെ തിങ്കിങ്ങിനെ സ്വാധീനിക്കാനുള്ള ഒരു ശേഷി ഉണ്ടാവും. അല്ലെ അവരുടെ ആ ഒരു എനർജി പരസ്പരം കണക്റ്റഡ് ആയിരിക്കും. ആ ഒരു വൈബ്രേഷൻ, ആ ഒരു വൈബ്, അതൊക്കെ കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ വ്യക്തി അങ്ങനെ ഓർമ്മിക്കുമെന്നാണ് പറയുക. പക്ഷേ സയൻറ്റിഫിക് അടിത്തറയൊന്നുമില്ല, അനുഭവിച്ചവർ പലരും പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രം. ഇനി രണ്ടാമത്തെ, നമ്മൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയെ നമ്മൾ സംസാരമധ്യേ ചിരിപ്പിക്കുക. അതിപ്പോൾ ഫോൺ വിളിക്കുമ്പോഴായിക്കൊള്ളട്ടെ, നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലായിക്കൊള്ളട്ടെ, ആ വ്യക്തി ചിരിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. തമാശകൾ പറയാം, അതുമല്ലേ വളരെ കുസൃതി നിറഞ്ഞ കാര്യങ്ങൾ പറയാം, അതുമല്ലേ വളരെ ഫണ്ണി ആയിട്ട്, അല്ലെങ്കിൽ ടീസ് ചെയ്യുന്ന രീതിയിൽ, അപ്പോൾ അവരെ ഒട്ടും വേദനിപ്പിക്കാത്ത രീതിയിൽ, പക്ഷെ അവർക്ക് വളരെ രസകരമായിട്ട് എൻ്റർടൈനിങ് ആയിട്ട് തോന്നുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുക. അപ്പോൾ ആ ഒരു ചിരിപ്പിക്കുന്ന വ്യക്തികളെ ഒരിക്കലും ആരും മറക്കത്തില്ല. അത് തന്നെയല്ല, ആ ചിരിപ്പിച്ച വ്യക്തിയെ അവർ ആ ഒരു ദിവസം മുഴുവൻ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ എല്ലാ ദിവസവും അതുപോലെ ചിരിപ്പിക്കുന്ന ഒരു അനുഭവം കൊടുത്തു കഴിഞ്ഞാൽ ആ നിരന്തരം അവരെ ചിരിപ്പിക്കുന്ന ആ വ്യക്തിയെ പിന്നെ ഒരിക്കലും അവർക്ക് മറക്കാനാവില്ല. അല്ലെങ്കിൽ അവരെ എപ്പോഴും ഇങ്ങനെ മിസ് ചെയ്തുകൊണ്ടിരിക്കും. ആ വ്യക്തി എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എപ്പോഴും ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. അത് തന്നെയല്ല, നമുക്കൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എന്നും നിലനിർത്താനും സാധിക്കും. ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു ബന്ധത്തിൽ നിന്ന് കഴിയുമ്പോൾ ആ ബന്ധവും മരിക്കുമെന്നാണ് പറയുക. ഒരു ബന്ധം തുടങ്ങുന്നത് തന്നെ കമ്മ്യൂണിക്കേഷനിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിക്കേഷനാണ് ഒരു ബന്ധത്തിൻ്റെ ജീവവായു. എന്നാണോ ആ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെയാവുന്നത്, അന്ന് ആ ബന്ധം മരിച്ചു വീഴും. അപ്പോൾ അതുകൊണ്ട് ഈ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ഒരു ബന്ധത്തിൻ്റെ ജീവവായുവായിട്ടുള്ള ഈ ഒരു കമ്മ്യൂണിക്കേഷനെ എന്ന് സ്മൂത്തായിട്ട് ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ ഏറ്റവും നല്ലത് നമ്മൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയെ എപ്പോഴും ഹാപ്പി ആക്കുക, എപ്പോഴും ഇങ്ങനെ ചിരിപ്പിക്കുക. അപ്പോൾ അവരുടെ മനസ്സിനെ എപ്പോഴും ഇങ്ങനെ പോസിറ്റീവായിട്ട് സൂക്ഷിക്കുക. അപ്പോൾ നമ്മളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ നിന്ന് അത്രയൊരു എൻ്റർടൈൻമെൻറ്റ്, അത്രയൊരു സന്തോഷത്തിൻ്റെ അനുഭവം, അത്രയൊരു ഹാപ്പിനെസ് കിട്ടുമ്പോൾ അവർ പിന്നെ ഒരിക്കലും നമ്മളെ മറക്കത്തില്ല. എപ്പോഴും അവർ നമ്മളെക്കുറിച്ച് ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഇനി മൂന്നാമതായിട്ട്, അവർ ക്യൂരിയോസിറ്റി ഉണർത്തുക എന്നുള്ളതാണ്. അതായത് അവരുമായിട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫോൺ വെക്കുന്നതിന് മുമ്പ് അവരോട് വളരെ ആകാംക്ഷ നിറഞ്ഞ ഒരു കാര്യം പറയുക. എന്നിട്ട് അത് മുഴുമിപ്പിക്കരുത്, പകുതി വെച്ചിട്ട് നമ്മൾ നിർത്തുക, ബാക്കി പിന്നെ പറയാമെന്ന് പറയുക. അപ്പോൾ പിന്നെ അവർ നിങ്ങൾ വിളിക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യും. അപ്പോൾ അതുവരെ അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കും, എന്നാലും അവരെന്താണ് പറയാൻ വന്നത്. അപ്പോൾ നമ്മളെക്കുറിച്ച് തന്നെയായിരിക്കും പിന്നെ അവരുടെ ചിന്ത. പിന്നെ അത് പറയാതെ അവർക്ക് ആ ഒരു സമാധാനം കിട്ടത്തില്ല എന്നുള്ളതാണ്. പിന്നെ അടുത്ത പ്രാവശ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ എന്തെങ്കിലും ഒന്ന് ബാക്കി വെച്ചേക്കുക, എന്തെങ്കിലും ഒന്ന് പറയാൻ ബാക്കി വെച്ചേക്കുക, മുഴുമിപ്പിക്കാതിരിക്കുക. അപ്പോൾ അവർക്ക് വീണ്ടും ആ ഒരു ക്യൂരിയോസിറ്റി അവരിൽ ഇങ്ങനെ നിലനിൽക്കും. പിന്നെ ഇടയ്ക്കൊക്കെ ചെയ്യാവുന്ന ഒരു കാര്യം പറയാം, എപ്പോഴും ചെയ്യരുത്. അതായത് സംസാരത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് നമ്മൾ അവരോട് പറയാതെ ഒന്ന് കട്ടാക്കുക. അതിന് നല്ലൊരു എക്സ്ക്യൂസും തിരിച്ചു വരുമ്പോൾ നമ്മൾ പറഞ്ഞോണം. അപ്പം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടാവും. അയ്യോ, എന്ത് പറ്റി, എന്താണ് ഇവർ വെച്ചിട്ട് പോയത്, എന്താണ് എന്നോട് പറയാത്തത് എന്ന് വെച്ചിട്ട് നമ്മൾ പിന്നെ വിളിക്കുന്നതിനും വരെ അവർ നോക്കിയിരിക്കും. അയ്യോ, നമുക്ക് എന്ത് പറ്റിക്കാണോ, അല്ലെങ്കിൽ എന്താണ് പെട്ടെന്ന് കട്ട് ചെയ്ത്, അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി എപ്പോഴും ഉണ്ടാവും. പക്ഷേ അത് എപ്പോഴും ആവർത്തിക്കരുത്, കാരണം അത്ര നല്ല സ്വഭാവമല്ല. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് കട്ട് ചെയ്യുമ്പോഴും സംഭവിക്കുന്ന അവർക്ക് നമ്മളെക്കുറിച്ച് വളരെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. നമ്മൾക്ക് എന്ത് പറ്റിയല്ലേ, എവിടെ പോയതാണ്, എന്താണ് പറയാതെ വെച്ചത് എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവും. പ്രത്യേകിച്ച് അവർ വിളിച്ചിട്ട് നമ്മളെ കിട്ടിയെങ്കിലേ ഇല്ലെങ്കിൽ പിന്നെ അവർക്ക് ആ ഒരു നമ്മളെക്കുറിച്ചുള്ള ആ ഓർമ്മ കൂടിക്കൂടി വരും. പിന്നെ അവർ നമ്മൾ വിളിക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കും. പിന്നെ വിളിക്കുമ്പോൾ അവർ ചാടിയെടുക്കും, കാരണം അത്രയ്ക്ക് ആകാംക്ഷയായിരിക്കും അവർക്ക് പിന്നെ നമ്മളോട് മിണ്ടാനായിട്ട്. അപ്പോൾ ഇടയ്ക്ക് നമ്മുടെ ബന്ധങ്ങളിലൊക്കെ ആ ഒരു സ്മൂത്ത്നെസ് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ മിണ്ടാനുള്ളൊരു താല്പര്യമൊക്കെ കുറഞ്ഞു എന്ന് തോന്നിയാൽ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ പിന്നെ അവർക്ക് പെട്ടെന്ന് തന്നെ നമ്മളോട് ആ ഒരു താല്പര്യവും തിരിച്ചു വരുന്നതായിരിക്കും.
ഇനി നാലാമത്തെ നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിക്ക് നിങ്ങൾ ഒരുമിച്ചുള്ള പിക്ചറുകളോ വീഡിയോകളോ ഒക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുന്ന മൊമെൻറ്റ്സിലായിരിക്കുമല്ലോ നമ്മൾ പല പിക്ചേഴ്സും വീഡിയോസും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള വളരെ മനോഹരമായിട്ടുള്ള വീഡിയോസൊക്കെ ഇടയ്ക്ക് ഒന്ന് അയച്ചു കൊടുത്ത് നോക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ അവർക്ക് നിങ്ങളെ ഓർമ്മ വരും. ഓരോ വീഡിയോസും ഫോട്ടോസും ഒക്കെ നമ്മളെ ആ ഒരു പഴയ കാലത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകും, അല്ല ആ പഴയ മധുര സ്മരണകളിലേക്ക് കൊണ്ടുപോകും. നമുക്ക് ഒരുപാട് നൊസ്റ്റാൾജി ഉണ്ടാവും. അപ്പോൾ ആ സ്നേഹിക്കുന്ന വ്യക്തിയെ നമുക്ക് കാണാൻ തോന്നും, അല്ലെ ആ വ്യക്തിയെ നമ്മളിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും. ആ വ്യക്തിയും ഒരുമിച്ചുള്ള ഒരു ഭാവി സ്വപ്നം കാണും. അപ്പോൾ അങ്ങനെ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ടെന്നുള്ളത്. അപ്പോൾ എന്താണെങ്കിലും ഈ വ്യക്തി നമ്മളെ മിസ് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മളെക്കുറിച്ച് ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കാനും തുടങ്ങും. ഇനി അഞ്ചാമതായിട്ട് നമ്മൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയോട് അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുക. അപ്പോൾ ആ ഒരു സർപ്രൈസ് എന്തും ആയിക്കൊള്ളട്ടെ, ഒരുപക്ഷെ ഒരു ഗിഫ്റ്റ് ആയിരിക്കാം, അതും അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ട്രിപ്പ് കൊണ്ടുപോകുന്നതായിരിക്കാം, അതും അല്ലെങ്കിൽ നമ്മൾ ഒരു നല്ല റെസ്റ്റോറൻറ്റിൽ കൊണ്ട് ഫുഡ് വാങ്ങിച്ച് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഡ്രസ്സ് വാങ്ങിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ എന്തും ആയിക്കൊള്ളട്ടെ. അപ്പോൾ അങ്ങനെ എന്തും ആവും. ഇനി തന്നെയല്ല നമ്മളവർക്ക് ഡെയിലി യൂസുള്ള എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു കൊടുത്താൽ, ഒരു ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചു കൊടുത്താൽ അത് കാണുമ്പോഴൊക്കെ അവർ നമ്മളെ ഓർക്കും. അപ്പോൾ ഇപ്പോൾ ഒരു ഷൂ മേടിച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഷൂ കാണുമ്പോഴൊക്കെ നമ്മളെ ഓർക്കും. അല്ലെങ്കിൽ ഒരു വാച്ച് മേടിച്ച് കൊടുക്കുകയാണെങ്കിൽ അത്, അല്ലെങ്കിൽ ഒരു ബാഗ് മേടിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് കാണുമ്പോഴൊക്കെ നമ്മളെ ഓർക്കും. അപ്പോൾ അങ്ങനെ എന്തും ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് ആയിക്കോട്ടെ, എന്ത് മേടിച്ച് കൊടുത്താലും അത് കാണുമ്പോഴൊക്കെ നമ്മളുടെ സ്മരണ ആ ഒരു വസ്തു ഉണർത്തും എന്നുള്ളതാണ്. അവിടെ നമ്മുടെ ബ്രെയിനിലെ അസോസിയേറ്റീവ് മെമ്മറി ഉണരുകയും ഇത് തന്നെ ആ വ്യക്തിയെ നമ്മളപ്പോൾ സ്മരിക്കുകയും ചെയ്യും. പിന്നെ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ആ വ്യക്തിയെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മ വരും എന്നുള്ളതാണ്. ഇനി ഈ സർപ്രൈസ് നമ്മൾ കൊടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ ഇങ്ങനെ നമ്മളെക്കുറിച്ച് ചിന്ത വരാൻ തുടങ്ങും. എന്നാലും നമുക്ക് എന്ത് സർപ്രൈസ് ആയിരിക്കും ആ വ്യക്തി തരാൻ പോകുന്നത് എന്നുള്ളൊരു ചിന്ത എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു സർപ്രൈസ് കിട്ടുന്നിടം വരെ നമ്മളിങ്ങനെ അവരെക്കുറിച്ച് തന്നെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ആ ഒരു സർപ്രൈസിനെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഇത് വിവാഹം കഴിഞ്ഞ ഭാര്യ ഭർത്താക്കന്മാർക്കും പരീക്ഷിച്ച് നോക്കാവുന്ന കാര്യങ്ങളാണ്. പലപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പരിഹരിച്ച് ആ നഷ്ടപ്പെട്ടു പോയ പ്രണയവും സ്നേഹവും റൊമാൻസും ഒക്കെ തിരിച്ചു കൊണ്ടുവരാൻ ഈ കാര്യങ്ങളൊക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കുടുംബജീവിതം ഒരു സ്വർഗ്ഗതുല്യമായിട്ട് അവസാനം വരെ ഇങ്ങനെ ജീവിക്കാനും ജീവിതാവസാനം വരെ ഒരുമിച്ച് അങ്ങനെ വളരെ മനോഹരമായിട്ട് ജീവിച്ച് തീർക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. നന്ദി.